നിങ്ങളൊരു വേ പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഏത് വേ പ്രോട്ടീൻ വാങ്ങിക്കും? ഏതാണ് സേഫ്? മികച്ച ക്വാളിറ്റിയിലുള്ള വേ പ്രോട്ടീൻ ഏതാണ്? വേ പ്രോട്ടീൻ വാങ്ങിക്കാൻ തീരുമാനിച്ച എല്ലാവരും നേരിടുന്ന പ്രശ്നമാണിത്. കാരണം ആയിരക്കണക്കിന് വേ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന കമ്പനികളും പലതരത്തിലുള്ള വേ പ്രോട്ടീൻ സപ്ലിമെന്റ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾ ചിലവാക്കുന്ന പൈസക്ക് ഏറ്റവും മികച്ച ക്വാളിറ്റി വേ പ്രോട്ടീൻ എങ്ങനെ തിരഞ്ഞെടുക്കും? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ്. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. നമ്മൾക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് കുറവാണെങ്കിൽ, ആവശ്യത്തിനുള്ള അളവ് കിട്ടുന്നില്ലെങ്കിൽ, എളുപ്പത്തിൽ ശരീരത്തിലേക്ക് പ്രോട്ടീൻ എത്തിക്കാനുള്ള ഒരു വഴിയാണ് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ സപ്ലിമെന്റ്സ് പലതരത്തിലുണ്ട്. വേ പ്രോട്ടീൻ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. മറ്റു തരത്തിലുള്ള ആനിമൽ പ്രോട്ടീൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ബീഫ് പ്രോട്ടീൻ. പ്ലാന്റ് പ്രോട്ടീൻ വേറെ തരത്തിലുള്ള പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ആണ്. ഇതിൻ്റെ എക്സാമ്പിളാണ് സോയ പ്രോട്ടീനും പീ പ്രോട്ടീനും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേ പ്രോട്ടീനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. കാരണം അധിക ആൾക്കാർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ വാങ്ങിക്കാവുന്നതും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഫോമാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. പക്ഷേ വേ പ്രോട്ടീൻ തന്നെ പല തരത്തിലുണ്ട്. പല ക്വാളിറ്റിയിലുള്ള വേ പ്രോട്ടീൻ അവൈലബിൾ ആണ്. ചിലതിൻ്റെ ക്വാളിറ്റി മികച്ചതാണ്, ചിലതിൻ്റെ അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ വേ പ്രോട്ടീൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത്. ആദ്യമായി ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഏറ്റവും മികച്ച പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് അല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ തന്നെയാണ്. അതിന് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കണം. നമ്മളുടെ ബോഡിക്ക് നിർമ്മിക്കാൻ പറ്റാത്ത അമിനോ ആസിഡ്സിനാണ് ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. 9 ഇസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ആനിമൽ പ്രോട്ടീനാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഭക്ഷണത്തിലൂടെ പ്രോട്ടീൻ കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് കഴിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇതൊരു മരുന്ന് പോലെ കഴിക്കേണ്ട സാധനവുമല്ല. നമ്മളുടെ ഭക്ഷണ ശൈലിക്കനുസരിച്ച്, നമ്മളുടെ ഡയറ്റിനനുസരിച്ച്, നമ്മളുടെ ഗോൾ എന്താണോ അതിനനുസരിച്ച്, ചിലർക്ക് വെയിറ്റ് ലോസ് ആയിരിക്കും, ചിലർക്ക് മസിൽ ഗെയിൻ ആയിരിക്കും, ചിലർക്ക് വെയിറ്റ് ഗെയിൻ ആയിരിക്കും. അതിനനുസരിച്ചിട്ട് വേണം പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ചൂസ് ചെയ്യാൻ. ഇനി നിങ്ങൾ വേ പ്രോട്ടീൻ കഴിക്കാൻ തീരുമാനിച്ചാൽ ഏത് വേ പ്രോട്ടീനാണ് വാങ്ങിക്കേണ്ടതെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് പല കാര്യങ്ങൾ നോക്കിയിട്ടാണ്. അതിൽ ആദ്യം എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ ക്വാളിറ്റിയാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ അമിനോ ആസിഡ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ടോ നോക്കണം. അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ലെഗോസിൻ്റെ പീസസ് പോലെയാണ്. പലതരത്തിലുള്ള അമിനോ ആസിഡ്സിനെ കൂട്ടിച്ചേർത്തിയിട്ടാണ് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ല്യൂസിൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഇസെൻഷ്യൽ അമിനോ ആസിഡാണ്. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത അമിനോ ആസിഡിനെയാണ് ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ല്യൂസിൻ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ മാത്രമേ മസിൽ റിപ്പയർ ചെയ്യാനും മസിൽ മാസ് കൂട്ടാനും സാധിക്കുകയുള്ളൂ. ടോട്ടൽ 20 തരത്തിലുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. അതിൽ 7 എണ്ണം നോൺ ഇസെൻഷ്യൽ ആണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിക്കാൻ പറ്റുന്ന അമിനോ ആസിഡ്സിനാണ് നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. 4 എണ്ണം കണ്ടീഷണലി ഇസെൻഷ്യൽ ആണ്. അതായത് നമ്മുടെ ബോഡിക്ക് ഉൽപ്പാദിക്കാൻ സാധിക്കും, പക്ഷേ അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു ഇൽനെസ് കഴിഞ്ഞു, ഒരു പനി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഒരു വർക്കൗട്ട് സെഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അമിനോ ആസിഡ്സ് ശരീരത്തിൽ ഉൽപ്പാദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ചൂസ് ചെയ്യുന്ന വേ പ്രോട്ടീനിൽ കൂടുതലായിട്ടും ഇസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതിന് പകരം നോൺ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രോട്ടീൻ്റെ ക്വാളിറ്റി കുറവാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാലും ഇസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെ തരം തന്നെയാണ്. ല്യൂസിനും വാലിനും ഐസോല്യൂസിനും ഒക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. നിങ്ങൾ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഫുള്ളായിട്ടും ഉണ്ടാവില്ല. അതായത് നിങ്ങൾ വാങ്ങിക്കുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിരിക്കും. ഇനി വേ പ്രോട്ടീൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ചില കമ്പനീസ് നോൺ ഇസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് അതിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നത്. ഇതിനെക്കൊണ്ട് വില കുറയ്ക്കാൻ സാധിക്കും, പക്ഷേ നമ്മളുടെ ബോഡിക്ക് നിർബന്ധമായിട്ട് വേണ്ടത് ഇസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വേ പ്രോട്ടീൻ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വായിച്ചു നോക്കണം. ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് തന്നെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നത്. ഇനി പാലിൽ നിന്നും ഉൽപ്പാദിക്കുന്ന പ്രോട്ടീൻ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് വേ പ്രോട്ടീനാണ്. ഇത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് തന്നെ വർക്കൗട്ട്സിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തത് കെസീൻ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ്. ഇത് സ്ലോ ഡൈജസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ കഴിച്ചാൽ അത് ഡൈജസ്റ്റ് ചെയ്യാൻ സമയവും എടുക്കും. രക്തത്തിൽ കൂടുതൽ സമയം ഒരേ ലെവലിൽ കാണുകയും ചെയ്യും. ഇനി നിങ്ങൾ വേ പ്രോട്ടീന് പകരം മിൽക്ക് പ്രോട്ടീനാണ് വാങ്ങിക്കുന്നതെങ്കിൽ മോസ്റ്റ്ലി അതിൽ വേ പ്രോട്ടീനും ഉണ്ടാവും, കെസീനും ഉണ്ടാവും. ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഉണ്ടെന്നാണ് അർത്ഥം. വേ പ്രോട്ടീൻ ആണെങ്കിൽ അതിൽ വേ പ്രോട്ടീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് തന്നെ 3 തരത്തിൽ പ്രോസസ്സ് ചെയ്യാം. വേ പ്രോട്ടീൻ തന്നെ ഒന്നിക്കൽ കോൺസെൻട്രേറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഐസൊലേറ്റ് ആവാം, അല്ലെങ്കിൽ ഹൈഡ്രോലൈസേറ്റ് വേ പ്രോട്ടീനും ഉണ്ട്. എത്ര കൂടുതൽ പ്രോസസ്സ് ചെയ്യുന്നോ അത്രയും എളുപ്പത്തിൽ ആ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പാലിൽ പ്രോട്ടീൻ മാത്രമല്ല, ലാക്ടോസ് എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പലതരത്തിലുള്ള ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. കോൺസെൻട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 60 മുതൽ 80% പ്രോട്ടീൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ കാർബോഹൈഡ്രേറ്റ്സും ഉണ്ടാവും, ഫാറ്റ്സും ഉണ്ടാവും, പക്ഷേ ചെറിയ അളവിൽ. ഇതിനെ ഒരു ലെയറും കൂടി പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത്
യൂഷ്വലി അത് ഫിൽട്രേഷനാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലുള്ള ലാക്ടോസ് എന്ന കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും, ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ കിട്ടുന്ന വേ പ്രോട്ടീനാണ് നമ്മൾ വേ ഐസൊലേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ 90% മുകളിലേക്ക് പ്രോട്ടീൻ ഉണ്ടാവും. നിങ്ങൾ വേ പ്രോട്ടീൻ എടുത്ത് തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വേ പ്രോട്ടീൻ ഐസൊലേറ്റ് തന്നെ ചൂസ് ചെയ്യുക. വേ പ്രോട്ടീൻ ഐസൊലേറ്റിനെ വീണ്ടും പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അത് ചൂടാക്കിയിട്ടോ പലതരത്തിലുള്ള എൻസൈംസിനെ ആഡ് ചെയ്തിട്ടോ എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഇതിനെ ഹൈഡ്രോലൈസ്ഡ് ഫോം ആക്കുന്നത്. ഇത് അൾട്രാ പ്രോസസ്ഡ് ഫോമാണ്. ഓരോ സ്റ്റേജ് പ്രോസസ്സിങ് കഴിയുന്നതിനനുസരിച്ച് പ്രോട്ടീൻ പൗഡറിൻ്റെ വില കൂടും. പക്ഷേ ഹൈഡ്രോലൈസേറ്റ് ഫോമിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൽ തീരെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവില്ല, ഫാറ്റിൻ്റെ അളവ് തീരെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലാക്ടോസ് ഇൻടോളറൻസോ അലർജീസോ കാർബോഹൈഡ്രേറ്റ്സിനോട് അലർജി ഉള്ളവർക്ക് അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ഒന്നിക്കൽ ഐസൊലേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോലൈസ്ഡ് ഫോമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്രോസസ്സ് ചെയ്തിട്ടുള്ള കോൺസെൻട്രേറ്റ് രൂപത്തിലുള്ള വേ പ്രോട്ടീനാണ് ചൂസ് ചെയ്യേണ്ടത്. വേ പ്രോട്ടീൻ ചൂസ് ചെയ്യുമ്പോൾ അതിൽ അടങ്ങിയിരിക്കേണ്ട മെയിൻ കണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പക്ഷേ പ്രോട്ടീൻ പൗഡറിൽ പ്രോട്ടീൻ മാത്രമല്ല മറ്റു പലതരത്തിലുള്ള ഇൻഗ്രീഡിയൻസും ഉണ്ടാവും. ഇതിൽ ആദ്യം പറയാനുള്ളത് സ്വീറ്റ്നേഴ്സിനെ കുറിച്ചാണ്. ഇത് രണ്ട് രീതിയിലുണ്ടാവാം. ഒന്നിക്കൽ നാച്ചുറൽ ആവാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആവാം. എത്ര ആർട്ടിഫിഷ്യൽ ആണെങ്കിലും പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്ന കമ്പനികൾ അത് നാച്ചുറൽ ആണെന്നുള്ള രീതിയിലായിരിക്കും മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ലേബിൾ കൃത്യമായിട്ടും വായിച്ചു നോക്കാൻ ശ്രമിക്കണം. നാച്ചുറൽ ആയിട്ടുള്ള ചില സ്വീറ്റ്നേഴ്സിൻ്റെ ഉദാഹരണങ്ങളാണ് ഒന്ന് ഹണി, രണ്ടാമത്തേത് മേപ്പിൾ സിറപ്പ്, കോക്കനട്ട് ഷുഗർ, കെയിൻ ഷുഗർ, മൊളാസസ് ഉണ്ട്, അഗാവെ ഉണ്ട്. ഓരോ സെർവിങ്ങിലും ഷുഗർ കണ്ടന്റ് 5 ഗ്രാമിലും കുറവുള്ള തരത്തിലുള്ള പ്രോട്ടീൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സാണ്. ഇനി ന്യൂട്രിറ്റീവ് അല്ലാത്ത തരത്തിലുള്ള വേറെ സ്വീറ്റ്നേഴ്സും ചിലപ്പോൾ ആഡ് ചെയ്യാം. ഇതിൻ്റെ ഉദാഹരണമാണ് സുക്രലോസ്, അസ്പാർട്ടൈൻ, സാക്കറിൻ. അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ സ്റ്റിവിയും മങ്ക് ഫ്രൂട്ട് എക്സ്ട്രാക്ട്സും ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സ് അല്ല, നോൺ ന്യൂട്രിറ്റീവ് ആണെന്നാണ് FDA പറയുന്നത്. ഇതിൽ ഏതാണ് മികച്ചതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂട്രിറ്റീവ് സ്വീറ്റ്നസ് ആഡ് ചെയ്യുന്നതാണ്, അതായത് നാച്ചുറൽ ആയിട്ടുള്ളത്. പക്ഷേ അധിക കമ്പനീസും ഉപയോഗിക്കുന്നത് നോൺ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നസ്സാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ആദ്യം പറഞ്ഞ തരത്തിലുള്ള സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആണ്. ചില തരത്തിലുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിൽ ഷുഗർ ആൽക്കഹോൾസ് ആഡ് ചെയ്യും. ഇത് അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടും പ്രിസർവേറ്റീവ് ആക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉദാഹരണമാണ് എറിത്രിറ്റോൾ, സോർബിറ്റോൾ. ചില തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനോട് അലർജിയുള്ള ആൾക്കാരുണ്ട്. പ്രത്യേകിച്ചും ഫോഡ് മാപ്പ് പോലത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഇതുകൂടാതെ വേ പ്രോട്ടീനിൽ തിക്കനിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യും, ഒന്ന് കട്ടി പിടിക്കാൻ. ഇമൽസിഫയിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്. റിഫൈൻഡ് ഷുഗർ ആഡ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. നിങ്ങൾ പ്രോട്ടീൻ പൗഡർ കലക്കുന്ന സമയത്ത് അത് എത്ര പെട്ടെന്ന് അലിയുന്നു എന്നുള്ളതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് എംഎൽസിഫയേഴ്സും ആൻറ്റി ക്ലംപിംഗ് ഏജൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് ലെസിത്തിൻസ്, കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, സിലിക്കൺ ഡയോക്സൈഡ്. പൊതുവേ ഇതെല്ലാം ചെറിയ അളവിൽ മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ, സേഫ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കെമിക്കൽസിനോട് അലർജി ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കെമിക്കൽസ് ആഡ് ചെയ്യാത്ത പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ചൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇതിനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലേബിൾ വായിച്ച് നോക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആമസോണിൽ വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ഷോപ്പ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ്, വാനില എന്നൊക്കെ പറയുന്നത് ഫ്ലേവേഴ്സാണ്. ഇത് അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഏറ്റവും ബിറ്റർ ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ളത് ഹൈഡ്രോലൈസേറ്റ് ഫോമിലുള്ള വേ പ്രോട്ടീനാണ്. അതിൻ്റെ കൂടെ എന്തെങ്കിലും തരത്തിലുള്ള സ്വീറ്റ്നസ് ആഡ് ചെയ്യാതെ കഴിക്കാൻ അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വേ പ്രോട്ടീൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിലുള്ള ഫ്ലേവറും കൂടിയും ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ചില കമ്പനീസ് അൺഫ്ലേവേർഡ് ആയിട്ടുള്ള വേ പ്രോട്ടീനും മാർക്കറ്റിൽ റിലീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടൊക്കെയാണ് ശ്രമിക്കുന്നതെങ്കിൽ ഷുഗർ കണ്ടന്റും കാർബോഹൈഡ്രേറ്റ്സും ആഡഡ് ഷുഗറും ഫ്ലേവറും ഇല്ലാത്ത തരത്തിലുള്ള വേ പ്രോട്ടീൻ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക. ഇനി ഇതൊന്നും പോരാത്തതിന് ചില കമ്പനികൾ പ്രോട്ടീൻ പൗഡറിൽ വേ പ്രോട്ടീൻ്റെ കൂടെ മറ്റ് തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ക്രിയാറ്റിൻ, ചിലർ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആഡ് ചെയ്യും. ചിലർ വേ പ്രോട്ടീനിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ലേബിൾ ചെയ്യാറുണ്ട്. ചിലർ വെജിറ്റബിൾ ഓയിൽസ് ആഡ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള എക്സ്ട്രാ സാധനങ്ങളൊന്നും വേ പ്രോട്ടീൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള എവിഡൻസ് നമുക്കില്ല. അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വേ പ്രോട്ടീൻ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്യൂരിറ്റിയാണ്. കാരണം അധിക സപ്ലിമെൻറ്റ്സും ക്വാളിറ്റി ടെസ്റ്റിംഗ് വളരെ കുറവാണ് ചെയ്യുന്നത്. പല സപ്ലിമെൻറ്റ്സിലും ഹെവി മെറ്റൽസിൻ്റെ അളവ് കൂടുതലായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഹെവി മെറ്റൽസ് ആ പ്രോട്ടീൻ പൗഡറിൽ ഉണ്ടെന്നുള്ള കാര്യം ഇതുണ്ടാക്കുന്ന കമ്പനികൾക്ക് പോലും ചിലപ്പോൾ അറിയില്ല. അത് കുറേ കാലം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ സ്ട്രിക്റ്റായി ടെസ്റ്റ് ചെയ്യുന്നത് കാനഡ, യൂറോപ്പ് പോലത്തെ കൺട്രീസാണ്. US-ലും ഇന്ത്യയിലും നിർമ്മിക്കുന്ന വേ പ്രോട്ടീനൊക്കെ ഇത്തരത്തിലുള്ള ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ്
ഇല്ല തന്നെ വേണമെങ്കിൽ പറയാം. ഈ ക്വാളിറ്റി ടെസ്റ്റിംഗ് കൃത്യമായിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ ഈ കമ്പനികൾ പറയുന്ന സാധനങ്ങൾ അവരുടെ ലേബിളിൽ ഉണ്ടാവും, പക്ഷെ ആ ലേബിളിൽ പറയുന്ന സാധനങ്ങളൊന്നും ആയിരിക്കില്ല പ്രോട്ടീൻ പൗഡറിൽ ആക്ച്വലി ഉണ്ടാവുന്നത്. വേ പ്രോട്ടീൻ ചൂസ് ചെയ്യുമ്പോൾ അത് പ്യുവർ ആണ്, അതിൽ കണ്ടാമിനൻസ് ഇല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു വഴി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി കമ്പനീസ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള വേ പ്രോട്ടീൻസ് ഉണ്ട്. ഇതിൻ്റെ വില കൂടുതലായിരിക്കും, കാരണം ഈ മാനുഫാക്ചറേഴ്സിന് മറ്റ് തേർഡ് പാർട്ടി കമ്പനീസിന് ഈ സാധനം കൊടുക്കണം. അവർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യും. ആ ടെസ്റ്റിങ്ങിൽ കണ്ടാമിനൻസ് ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് ട്രസ്റ്റ് വർത്തിയാവും. അത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത്തരത്തിലുള്ള 1-2 തേർഡ് പാർട്ടി കമ്പനീസ് എന്ന് പറയുന്നത് ഒന്ന് NSF ഇന്റർനാഷണൽ ഫോർ സ്പോർട്ട് ആണ്. USP എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള തേർഡ് പാർട്ടി ടെസ്റ്റിംഗ് കമ്പനിയാണ്. LGC ഗ്രൂപ്പും ഇത്തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാം വെബ്സൈറ്റിൽ ഇവർ ടെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിന്റെ ലിസ്റ്റും നിങ്ങൾക്ക് വായിച്ചു നോക്കിയതിന് ശേഷം ഒരു ബൈയിങ് ഡിസിഷൻ എടുത്താൽ മതിയാവും. വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ഇസെൻഷ്യൽ ആയിട്ടുള്ള സപ്ലിമെന്റ് അല്ല. അതിന് പകരം നിങ്ങളുടെ ഡയറ്റിൽ പ്രോട്ടീൻ കിട്ടുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ അത് കൺവീനിയൻ്റ് ആയി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കാവുന്ന ഒരു ടൂള് മാത്രമാണ്. പക്ഷേ ഏത് തരത്തിലുള്ള വേ പ്രോട്ടീൻ ചൂസ് ചെയ്യണമെന്നുള്ളത് ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച്, പ്രായത്തിനനുസരിച്ച്, ഇവരുടെ ഗോൾ എന്താണ് അതിനനുസരിച്ച് മാറും. അപ്പം നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള മികച്ച വേ പ്രോട്ടീൻ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡോഫോഡി ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷനിലും ഇത്തരത്തിലുള്ള സർവീസസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും സ്ക്രീനിലും ഇപ്പോൾ കാണാം. നിങ്ങൾ ഏത് പുതിയ തരത്തിലുള്ള വേ പ്രോട്ടീൻ ഉപയോഗിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇതൊരു എക്സ്പെരിമെൻ്റ് പോലെ കൺസിഡർ ചെയ്യണം. ആദ്യത്തെ 2 ആഴ്ച ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരിച്ച ഗോളിൻ്റെ അടുത്തേക്ക് ഈ പ്രോട്ടീൻ പൗഡർ നിങ്ങളെ എത്തിക്കുകയാണോ അതോ അതിൽ നിന്നും ദൂരത്തേക്കാണോ പോകുന്നത്? നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ? ഇത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് വേണം ഒരു പ്രോട്ടീൻ പൗഡർ ചൂസ് ചെയ്യാൻ. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ആ വീഡിയോസിൽ ഞാൻ ഓൾറെഡി പറയുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ കമൻറ്റ്സ് വായിച്ച് നോക്കുക. പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തൊക്കെയാണ് അറിയേണ്ടത് അത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.